ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം മഹത്വീകരിക്കപ്പെടുമാറാകട്ടെ. വാഴ്ത്തപ്പെട്ട ദൈവമക്കളെ, സമസ്ത മാനവജാതിയുടെയും ശുദ്ധീകരണത്തിനായി മനുഷ്യാവതാരം ചെയ്ത നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ രക്ഷണീയമായ മനുഷ്യാവതാര ശുശ്രൂഷയിലെ ഓരോ സംഭവങ്ങളെയും വളരെ അത്ഭുതത്തോടെയാണ് ലോകം നോക്കിക്കാണുക. അങ്ങനെയുള്ള അതിശയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നാണ് കഴുത കുട്ടിയുടെ പുറത്ത് കയറി ജെറുസലേം ദേവാലയം ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ കർത്താവിൻ്റെ ആഘോഷപൂർണമായ എഴുന്നള്ളത്ത്. ഇത് അത്ഭുതമെന്ന് പറയാൻ രണ്ട് കാരണങ്ങളാണ് എൻ്റെ മനസ്സിൽ തോന്നുക. ഒന്ന്, നമുക്കറിയാം ക്രിസ്തുവിൻ്റെ മുൻപും ക്രിസ്തുവിന് പിൻപും ഈ ലോകത്തിൽ ജനിച്ച് ജീവിതം അവസാനിപ്പിച്ച് ലോകം സമുന്നതരെന്ന പട്ടികയിൽ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു പറ്റം ആളുകളുണ്ട്. അത് രാജാക്കന്മാരുടെ ശൃംഖലയിലും ആധ്യാത്മിക രംഗത്തുമൊക്കെ പ്രശോഭിച്ച പലരുമുണ്ടെങ്കിലും അവരുടെയൊക്കെ ജീവിതമോ അവർ ചെയ്ത യാത്രകളോ ഒന്നും തന്നെ ആദരിക്കപ്പെടുകയോ ആഘോഷിക്കപ്പെടുകയോ ഇതൊക്കെ ചെയ്യാതിരുന്നിട്ടും അല്ലെങ്കിൽ അവരുടെയൊക്കെ ചരിതം വെള്ളത്തിൽ മീത വരച്ച വര പോലെ മായ്ക്കപ്പെട്ടു പോയിട്ടും ഒരു തച്ചൻ്റെ മകനായി ജനിച്ച് കാലിത്തൊഴുത്തിൽ പിറന്ന് ഏതാണ്ട് 33 വർഷം കൊണ്ട് ജീവിതത്തിന് തിരശ്ശീലയിടപ്പെട്ട നസറായനായ യേശുവിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു യാത്ര പോലും അബ്ദങ്ങളും ദശാബ്ദങ്ങളും ശതാബ്ദങ്ങളും സഹസ്രാബ്ദങ്ങളും ഒക്കെ പിന്നിട്ടിട്ടും ഒരു ജനതതി നെഞ്ചിലേറ്റിയ ആഘോഷങ്ങളെക്കാൾ ഉപരിയായി ആരാധനയോട് ആദരിക്കപ്പെടണമെങ്കിൽ അത് അത്ഭുതമല്ലാതെ മറ്റെന്താണ്? രണ്ടാമത്തെ അതിശയം, നമുക്കറിയാം തനിക്ക് മുൻപും പിൻപും പിൻപറ്റുന്ന ജനക്കൂട്ടം ഒരേ താളത്തോട് അവൾ ആർക്കുന്നൊരു സ്വരമുണ്ടായിരുന്നു. അത് ഹോശാന എന്നാണ്. അതിൻ്റെ അർത്ഥം സേവ് അസ് നൗ, അല്ലെങ്കിൽ ഇപ്പോൾ രക്ഷിക്കാം. രക്ഷിക്കണമേ എന്നതൊരു പ്രതീക്ഷയുടെ സ്വരമാണ്. നാം ആരോടെങ്കിലും രക്ഷിക്കണം എന്നപേക്ഷിക്കുമ്പോൾ ഒന്നാമതായിട്ട് രക്ഷിക്കത്തക്കവണ്ണം നാം ഒരു പ്രതിസന്ധിയിലാവണം, അല്ലെങ്കിൽ നാം പിൻപറ്റുന്ന ആൾ നമ്മെ രക്ഷിക്കത്തക്കവണ്ണം എന്തെങ്കിലും കായിക ബലമുള്ളവരാകണം, അല്ലെങ്കിൽ ഏതെങ്കിലും ശത്രുവിനെ പരാജയപ്പെടുത്തി ജയം നേടിയ ചരിത്രമുണ്ടാവണം. അതുമല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ പിൻബലത്തോട് ശ്രദ്ധ ആകർഷിക്കപ്പെടുന്ന ഒരു സംഘനേതാവാകണം, അല്ലെങ്കിൽ ആയുധമേന്തി നിരന്തരം നടക്കുന്ന ഒരു യോദ്ധാവാകണം. ഇതൊന്നും തന്നെ ഇല്ലാതെ ഒരു പേനാക്കത്തി പോലും കയ്യിൽ സൂക്ഷിക്കാതെ നടക്കുന്ന ഈ മനുഷ്യനെ നോക്കി ഒരു കൂട്ടം ജനങ്ങൾ പ്രതീക്ഷയോട് രക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കുമ്പോൾ ഈ ജനതയെ തിരിച്ചറിഞ്ഞ രക്ഷ എന്താണ്? അവനോടൊപ്പം നടന്നപ്പോൾ അവർ തിരിച്ചറിഞ്ഞത് അവൻ ശരീരത്തിൻ്റെ രക്ഷകനല്ല, അവൻ ആത്മാവിൻ്റെ രക്ഷകനാണ്. അവൻ്റെ സാന്നിധ്യം അവരുടെ ഉള്ളിൽ 3 സത്യത്തിലേക്കുള്ള വെളിച്ചം വീശിയിട്ടുണ്ട്. ഒന്നാമതായിട്ട് അവൻ രാജാക്കന്മാരുടെ രാജാവാണ്. രണ്ടാമതായിട്ട് അവൻ സാക്ഷാൽ ദൈവപുത്രനാണ്. മൂന്നാമതായിട്ട് അവൻ ലോകരക്ഷകനാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ വർഷം നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും ആഘോഷപൂർണമായ ഹോശാന പെരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ നമുക്കും അവനെ അനുധാനം ചെയ്ത നിഷ്കളങ്കരായ ശിശുക്കൾക്കും വിശുദ്ധരായ ശിഷ്യന്മാർക്കും നിർമ്മലരായ ജനതയ്ക്കുമൊപ്പം ചേർന്ന് അവൻ്റെ രക്ഷയെ ഘോഷിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.